ആണെങ്കിലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. ഈ പനീരെയും ജലദോഷത്തിൻ്റെ ഒരു എന്താണ് ഒരു മന്ദപ്പാണ്, എന്താവണമെന്നും അറിയില്ല. എന്തായാലും നമ്മൾ പോയിട്ടൊക്കെ വരട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. കമൻ്റ് ഒന്നും എഴുതി പിടിപ്പിക്കാൻ നിൽക്കണ്ട. അപ്പം ഇതാരെന്നറിയില്ലേ, നെജ്ലാഷൻ കമൻറ്റ് ബോക്സിൻ്റെ ഇതെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി നിങ്ങൾ കമൻ്റൊന്നും എഴുതി പിടിപ്പിക്കാൻ നിൽക്കണ്ട. ഒരുപാട് തവണ ഈ വീഡിയോയിൽ ഇവൾ പറയുന്നുണ്ട്. അത് പിന്നെ സബ്സ്ക്രൈബേഴ്സ് തമ്മിൽ അടിയാവും പിടിയാവും എന്നല്ല പറഞ്ഞത്. നീ അറിഞ്ഞും കൊണ്ട് ഓഫാക്കിയതാണെങ്കിൽ നീ അത് ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിൻ്റെ ഓരോ സംസാരം ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്തു പോകുന്നത് ആൾക്കാർ. അത് എനിക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന്. പിന്നെ എനിക്ക് ഇപ്പം എൻ്റെ ഭർത്താവിന് എന്ത് അവകാശം എന്ന് ചോദിക്കുന്നവരടുത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവിന് അവകാശമുണ്ട്. കാരണം എൻ്റെ ഭർത്താവാണ്, എൻ്റെ മക്കളെ വാപ്പയാണ്. ഇന്നലെ കണ്ട ഒരുത്തം വന്നിട്ട് ഓടി വന്നിട്ടല്ല പെട്ടെന്ന് അങ്ങ് കയറിയത്. അവരെ മനസ്സിലാക്കി, അവരെ സ്നേഹിച്ച്, അവരെ 3 മക്കളെയും കൈകാര്യം ചെയ്തതിന് ശേഷം 3 മക്കളെ അഭിപ്രായം മാനിച്ചാണ് നമ്മൾ വിവാഹം ചെയ്തത്. 3 മക്കളിൽ ബാക്കി 2 പേര് നേരത്തെ വാപ്പച്ചീന്ന് വിളിക്കും. ആദ്യം വിളിച്ചത് എൻ്റെ മകള് തന്നെയാണ് വാപ്പാന്ന്. ഇത്രയും നല്ലതുപോലെ പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് നെജില നീ ഇതിനു മുന്നേ ചെയ്തൊരു എന്താ പറയുക വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ ഈ കുഞ്ഞിൻ്റെ ഉപ്പ ഷാനെല്ലാം. അന്നേരം നിങ്ങൾ ഒരുപാട് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ആ സമയത്ത് ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക പിന്നെ ഇങ്ങനത്തെ ഒന്നിനും കൊള്ളാത്ത വർത്തമാനം പറയാൻ പാടില്ല. അത് നമ്മളെ ജീവിതത്തിനെ തന്നെ ബാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് പൊട്ടത്തരങ്ങളാണ് നീ അന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പം എല്ലാ മക്കളെയും ബാപ്പ ഷാൻ തന്നെയായല്ലേ, അടിപൊളി. ഇനിയും നീ ഇത് മാറ്റി പറയരുത്. ചിലപ്പോൾ നിൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിന്നെ വെറുക്കാൻ അത് കാരണമാവും. ആരെന്ത് പറഞ്ഞാലും ശരി തന്നെ, അള്ളാഹുവിനറിയാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദന. പടച്ചവന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് വേദന. ഞാൻ എൻ്റെ മക്കളെ പോകുന്നൊരു വാക്ക് ഞാൻ പറയൂല. അതിനിപ്പം എന്ത് വന്നാലും ശരി തന്നെ, ഒരിക്കലും പറയൂല മക്കളെ പോകുന്നൊരു വാക്ക്. അല്ലെങ്കിലും ആരും നൊന്ത് പ്രസവിച്ച ഒരാളും പ്രസവ വേദന അറിയുന്ന ഒരാളും മക്കൾ ഒരിക്കലും ഇതുപോലത്തെ മോശപ്പെട്ട വർത്താനം പറയൂല. എല്ലാവരും പരമാവധി സ്നേഹിക്കും, മക്കളെ കൂട്ടിപ്പിടിക്കും, എല്ലാം ചെയ്യും. പക്ഷേങ്കിൽ അതിന് പറ്റാത്ത അമ്മമാരും ഉണ്ട് നാട്ടിൽ. ഇപ്പം കൊല്ലുന്ന ആൾക്കാരുണ്ട്, കൊണ്ട് ചാടുന്ന ആൾക്കാരുണ്ട്. അതിലൊന്നും ആരും ഉൾപ്പെടുത്താണ്ട് ഇരിക്കട്ടെ. കാരണം മക്കൾ തെറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ആരെയും വഞ്ചിക്കാനും പറ്റിക്കാനും ഒന്നും വരുന്നില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും, ഈ കുഞ്ഞ് ബർക്കത്തുള്ള കുഞ്ഞാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിതാ എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ എന്താണ് ഓൺലൈൻ വഴി ഒരുപാട് ഇത്താമാർ നമുക്ക് അയക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രസവിച്ച് കിടക്കുമ്പോൾ വരും. അതൊക്കെ അതാണോ നിൻ്റെ കുഞ്ഞ് ബർക്കത്താണെന്ന് പറയാൻ കാരണം? ഓൺലൈനിൽ ഒരുപാട് സാധനങ്ങൾ ഓരോ ഇത്താമാർ അയച്ചു തന്നാൽ ഒരിക്കലും ബർക്കത്തുള്ള കുഞ്ഞാണെന്നൊന്നുമില്ല. അതൊന്നും അതിൻ്റെ വിധിയൊന്നും നീ എഴുതണ്ട. അതെല്ലാം പടച്ചോന് വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ളൊരു ബർക്കത്തുള്ള കുഞ്ഞാണെങ്കിൽ എന്തുകൊണ്ട് നിൻ്റെ മൂത്ത മോൾ അവിടെ നിന്ന് പോയി? എന്തുകൊണ്ട് നീയും നിൻ്റെ ഉമ്മയായിട്ട് നന്നാവുന്നില്ല? അപ്പോൾ ബർക്കത്തുള്ള കുഞ്ഞാണെങ്കിൽ എല്ലാം നല്ല പോസിറ്റീവായിട്ട് വരണ്ടേ? അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാവരും ഇങ്ങനെ ഓൺലൈനിൽ അയച്ചു തരുന്നത് മാത്രം കണ്ടിട്ട് നീ ഒരു കുഞ്ഞിക്ക് വിധി എഴുതാൻ പാടില്ല.